നമസ്കാരം. കെ രമ സഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴെല്ലാം മുങ്ങുന്ന മുഖ്യമന്ത്രിയുടെ പതിവ് ശൈലി ഇപ്പോൾ ചർച്ചയാവുകയാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട് കെ രമ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകാതെ മുഖ്യമന്ത്രി ഓടിയൊളിക്കുകയുണ്ടായി. പകരം അന്ന് രമയുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് സ്പീക്കർ എൻ ഷംസീറായിരുന്നു. ഇപ്പോഴിതാ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കെ രമ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മുന്നിലേക്ക് മന്ത്രി വീണ ജോർജിനെ എറിഞ്ഞു കൊടുത്തിട്ട് പിണറായി വിജയൻ ഇന്നും ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ടി.പി. ചന്ദ്രശേഖരന്റെ നല്ല പാതിയായിരുന്ന രമയെ ഇപ്പോഴും അഭിമുഖീകരിക്കാനുള്ള ധൈര്യം മുഖ്യന് കൈവന്നിട്ടില്ല എന്നത് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരൻ എന്ന ധീരനായ മനുഷ്യന്റെ ശരീരം വികൃതമാക്കി കശക്കിയെറിഞ്ഞ് രാഷ്ട്രീയ കെർവ് തീർത്തവരുടെ കുറ്റബോധമാണ് ഇന്നും രമയെ കാണുമ്പോൾ പിണറായി വിജയനിലുണ്ടാകുന്ന മുട്ടിവിറയ്ക്ക് കാരണമെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാൻ കഴിയും. കെ രമ മുന്നിൽ വരുമ്പോഴെല്ലാം സാക്ഷാൽ ചന്ദ്രശേഖരനെ തന്നെയാണ് പിണറായി വിജയൻ കാണുന്നത്. ചന്ദ്രശേഖരന്റെ ആത്മാവ് ഇപ്പോഴും പിണറായി വിജയനെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്നാണ് പൊതുജന സംസാരം. എന്തായാലും ഇന്ന് സഭയിൽ നിന്നും രമയ്ക്ക് മുഖം കൊടുക്കാതെ ഓടി ഒളിച്ച പിണറായി വിജയൻ ഏത് തട്ടിൻ പുറത്തൊളിച്ചാലും ചന്ദ്രശേഖരന്റെ ആത്മാവ് വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. ഈ വിഷയത്തിൽ ക്രൈം പ്രേക്ഷകനായ ഒരു പ്രവാസിയുടെ വാക്കുകളിലേക്ക്. ഈ രമ പറയുമ്പോൾ പിണറായി വിജയന് നാവുമില്ല, മൂക്കുമില്ല, നിയമസഭ വരുത്തതുമില്ല. കാരണം എന്താ, രമ കഴിഞ്ഞുകൂട്ടി സംസാരിക്കും. പക്ഷേ പിണറായി വിജയൻ മുഖത്ത് നോക്കത്തില്ല. നോക്കിയാൽ ടി.പി. ചന്ദ്രശേഖരൻ നിൽക്കുന്നതായിട്ടാ പിണറായിക്ക് തോന്നുന്നത്. പിണറായി പേടിച്ച് കിടക്കുകയാണ് ഇപ്പം. കാരണം ഒരു ആത്മാവുണ്ടെങ്കിൽ അത് ടി.പിയുടെ ആത്മാവ് ഈ പിണറായിയുടെ ചുറ്റിലുണ്ട്. പിണറായിയുടെ ഉറക്കം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. പിണറായി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളാരും അറിയുന്നില്ലെന്നുള്ളത്. പിണറായിയുടെ അന്ത്യം തുടങ്ങിയല്ല, അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പോലീസ് അകമ്പടിയോടുകൂടെ പോകുന്ന പിണറായി ഈ ടി.പിയുടെ ആത്മാവ് ഒന്നീ വണ്ടി ആക്സിഡന്റിൽ അയാളെ കൊല്ലും, അല്ലെങ്കിൽ വണ്ടി കത്തിച്ച് അയാളെ കൊല്ലും. ഓടുന്ന വണ്ടി കത്തി അയാൾ അതിനകത്തിരുന്ന് അമർന്ന് മരിക്കും. ആര്? ഈ പിണറായി. മരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, ചാവും. മരിക്കുന്നത് നല്ല ആൾക്കാരാണ് മരിക്കുന്ന പറയുന്നത്. ഒരാൾ മരിച്ചതാണ്, ഇന്നാൾ മരിച്ചെന്ന് പറയുന്നത്. പക്ഷെ പിണറായി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ചത്തൊടുങ്ങത്തേ ഉള്ളൂ. ഒന്നീ വാഹനം കത്തി മരിക്കും, അല്ല ചാവും, അല്ലെങ്കിൽ വണ്ടി ആക്സിഡന്റിൽ അയാൾ ചാവും. കെ രമ പറയുമ്പോൾ ഇന്ന് അത് നിയമസഭ വന്നില്ലല്ലോ ഈ പിണറായി. ഈ കോരന്റെ മോനിത് ഇനിയുള്ള കാലം ടി.പി. ചന്ദ്രശേഖരനെ സ്വപ്നം കണ്ടിയാൽ ഇയാളുടെ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ആത്മാവുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ട്, ഒരു ആത്മാവുണ്ടെങ്കിൽ ടി.പിയുടെ ആത്മാവ് ഇയാളെ നല്ല രീതിയിൽ വേട്ടയാടുന്നുണ്ട്, ഇയാളെ കുത്തി ഉണർത്തുന്നുണ്ട്, ഇയാളുടെ മുഖാമുഖം നിൽക്കുന്നുണ്ട്. ആയിസെറ്റ് നല്ല രീതിയിൽ ജീവിക്കേണ്ട ഒരു മനുഷ്യനെ ആയിസെറ്റ് കൊലയാളികളെ വിട്ട ആളാണ്. അത് ടി.പിക്ക് അറിയാലോ നല്ല രീതിയിൽ. അതാണ് രമയെ കാണുമ്പോൾ ടി.പിയെ കാണുന്നതായിട്ട് തോന്നുന്നത്. ടി.പി രമയുടെ ഒരു വലതുവശത്ത് തോളിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. നശിച്ച് വെണ്ണൂറാകാൻ പോകുന്ന ഈ പിണറായിയുടെ കുടുംബം. അതുകൊണ്ട് ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചില്ല, ഞാൻ വെളിപ്പെടുത്താം. എൻ്റെ പേര് സജി എന്നാണ്. ഞാൻ സൗദി അറേബ്യയിലാണ്. എൻ്റെ നമ്പർ പുറത്ത് വിടരുത് കേട്ടോ. പിന്നെ പേടിച്ചോണ്ടതല്ല, ഈ പല വിമാനത്താങ്ങി കിടക്കുന്ന ഉണ്ടല്ലോ, ഈ നമ്മളെ വിളിച്ച് ഗുണഗുണാക്കും. പിന്നെ നമുക്ക് പെരുപ്പായിട്ട് തോന്നും. പിന്നെ അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റാതെ വരും.